മറ്റത്തൂരിൽ കോൺഗ്രസിനെതിരെ വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് വിമതൻ കെ.ആർ. ഔസേപ്പ് ബി.ജെ.പിയുമായുള്ള സഖ്യം കോൺഗ്രസ് മുന്നേ തന്നെ തീരുമാനിച്ചതാണ്. കൂടെ നിൽക്കണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ വർഗീയ കക്ഷികളുമായി സഖ്യം ചേരില്ല എന്ന് താൻ അറിയിച്ചു. ടി.എം. ചന്ദ്രൻ, ഷാഫി കല്ലൂപ്പറമ്പിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, പ്രവീൺ, സതീശൻ ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് തന്നെ വന്ന് കണ്ടത്. വിഷയത്തിൽ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നൽകുന്ന വിശദീകരണം തെറ്റാണെന്നും കെ.ആർ. ഔസേപ്പ് പറഞ്ഞു. ഈ കഴിഞ്ഞ 23-ാം തീയതി രാത്രി 9:04 ഇതിൽ പറയുന്ന നേതാക്കളായ 5 പേര് എൻ്റെ വീട്ടിലേക്ക് വരികയുണ്ടായി. അവർ വന്ന് ആവശ്യപ്പെട്ടത്, ഔസേപ്പേ, നീയാണ് UDFൻ്റെ ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത്, ഒപ്പം നിൽക്കണം, കൂടെ നിൽക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു, കൂടെ നിൽക്കാൻ എനിക്കൊരു തടസ്സമില്ല, പരാതിയുമില്ല. പക്ഷേ നിലവിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനല്ല, പാർട്ടി എന്നെ പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പോൾ മുന്നേ തന്നെ അകത്താക്ക്, എന്നിട്ട് വേണ്ടേ ഈ ഒരു ചർച്ചയിലേക്കൊക്കെ പോകണ്ടേ. കാരണം ഇലക്ഷൻ കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അരമണിക്കൂറിനുള്ളിൽ പുറത്താക്കാൻ കഴിച്ച ആ വ്യഗ്രത നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് 20 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഉണ്ടായില്ല. അപ്പോൾ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? കാരണം നിലവിൽ കോൺഗ്രസ്സിന് 8 ഉണ്ട്, LDFന് 10 ഉണ്ട്, 4 BJP ഉണ്ട്, 2 സ്വതന്ത്രരുണ്ട്. ഈ 2 സ്വതന്ത്രർ UDFൻ്റെ കൂടെ കൂടിയാൽ 10 അംഗങ്ങളാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണ്, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, നമ്മൾ ഭരിക്കും. അതെന്തൊരു എനിക്ക് മനസ്സിലാവില്ല, അത് എന്ത് ഫോർമുലയാണ്? നമ്മൾ ഭരിക്കുന്ന ഉറപ്പ് പറയാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, BJP നമുക്ക് വോട്ട് ചെയ്യും, അപ്പോൾ അതുകൊണ്ട് നീ കൂടെ നിൽക്കണം, നീയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ, അത് ഒരു ശരിയായൊരു നടപടിയാണോ? നമ്മളുടെ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ടി.എം. ചന്ദ്രൻ എന്ന് പറയുന്ന DCC സെക്രട്ടറി പറഞ്ഞത്, അത് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്, നീ കൂടെ നിന്നാൽ മതി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ വിവരങ്ങളുമായി സാരംഗ് ചേരുകയാണ്. സാരംഗ്, ഇതിനകത്ത് കോൺഗ്രസും BJPയും ചേർന്നൊരു വലിയ ചരടുവലി മറ്റത്തൂരിൽ നടത്തി. അതിൻ്റെ തെളിവുകൾ സഹിതമാണോ, അതടക്കം വെച്ചുകൊണ്ടാണോ ഔസേപ്പ് സംസാരിക്കുന്നത്? തീർച്ചയായും ശരത്ത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം തന്നെ മറ്റത്തൂരിൽ കോൺഗ്രസും BJPയുമായി ഒരു സഖ്യം ചേരലുണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിലൊരു സഖ്യം ചേരലിനെ കുറിച്ച് വലിയ ചർച്ചകൾ നടന്നിരുന്നു. അതുപോലെ തന്നെ ഈ കോൺഗ്രസിൻ്റെ പിന്തുണ, അതായത് കോൺഗ്രസിൻ്റെ പിന്തുണ BJPയുടെ പിന്തുണ കോൺഗ്രസ് തേടിയത് പ്രാദേശിക നേതാക്കളുടെ അറിവോടെ തന്നെയാണ്. പ്രധാനമായും 5 നേതാക്കൾക്കെതിരെയാണ് ഈ ആരോപണം ഉന്നയിക്കുന്നത്. ടി.എം. ചന്ദ്രൻ, ഷാഫി കല്ലുപറമ്പിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, പ്രവീൺ, സതീഷ് ഇല്ലത്തുപറമ്പിൽ എന്നിവരാണ് ഈ 5 പേർ. ഈ 5 പേർ കഴിഞ്ഞ 23-ാം തീയതി രാത്രിയോടെ ഈ ഔസേപ്പിൻ്റെ, അതായത് വിമതനായി വിജയിച്ചു വന്ന കെ.ആർ. ഔസേപ്പിൻ്റെ വീട്ടിലെത്തി സംസാരിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ ഈ സംസാരം ഇത്തരത്തിൽ ഇതുമായി സഖ്യം ചേരുന്നതിനെ കുറിച്ച് തന്നെയായിരുന്നു. എന്നാൽ അതിന് താൻ തയ്യാറല്ല, വർഗീയ കക്ഷിയുമായി അല്ലെങ്കിൽ വർഗീയ സംഘടനയുമായി ഒരിക്കലും കൂട്ടുനിൽക്കില്ല എന്നുള്ള ഒരു കാരണമാണ് ഈ ഔസേപ്പ് അറിയിച്ചിരുന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വച്ചിരുന്ന ഓഫർ, ഇത്തരത്തിൽ കൂടെ നിൽക്കുകയാണെങ്കിൽ പ്രസിഡന്റായി തന്നെ നിയോഗിക്കുമെന്നും ഈ ഔസേപ്പ് പറയുന്നുണ്ട്. എന്തിനാലും ഈ വിഷയം ഗുരുതരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് നീങ്ങുന്നു. കാരണം ഇതെല്ലാം നടന്നിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് തൊട്ടു മുൻപ്. അതോടൊപ്പം തന്നെ പ്രാദേശിക നേതാക്കളുടെ, ഈ നേരത്തെ പറഞ്ഞ 5 പേരുടെ അറിവോടെയാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി വളരെ വലിയ രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. കോൺഗ്രസിനെതിരെയുള്ള തുറന്നുപറച്ചിൽ തന്നെയാണ്. അതേസമയം ഇനി DCCയുടെ നടപടി എന്താണെന്ന് DCC തീരുമാനിച്ചിരിക്കുന്നത്, നിലവിൽ ഇവർക്ക് ഒരു 10 ദിവസം സമയം കൊടുക്കുന്നുണ്ട്. ഈ 10 ദിവസത്തിനുള്ളിൽ ഈ കൂറുമാറിയവർ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ, അതായത് പാർട്ടിയോട് മാപ്പ് പറഞ്ഞ് പഞ്ചായത്ത് അംഗത്വ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചില്ലെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഈ അംഗത്വത്തിൽ നിന്ന് അയോഗ്യരാക്കാനുള്ള കർശനമായ നടപടി സ്വീകരിക്കും. ഒരുപക്ഷെ ഇന്ന് തന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെക്കണം എന്നുള്ള കാര്യം കൂടിയാണ് DCC ഈ അംഗങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ശരത്ത്, ശരി, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. മറ്റത്തൂരിൽ നടന്നിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന, BJPയും കോൺഗ്രസും കൈകോർത്ത് ഇടതുപക്ഷത്തെ പഞ്ചായത്ത് ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്താൻ എന്തൊക്കെ തരം കളികളാണ് നടന്നത് എന്നുള്ളതാണ് കോൺഗ്രസ് റിബലായി മത്സരിച്ച് കോൺഗ്രസ് പുറത്താക്കിയ ഔസേപ്പ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഔസേപ്പിനെയും ഒപ്പം നിർത്തി BJPയുടെ സഹായത്തോടെ ഭരിക്കാം എന്ന നീക്കമാണ് DCC ഭാരവാഹികളുടെ അടക്കം നേതൃത്വത്തിൽ കോൺഗ്രസ് ഒരു പദ്ധതി തയ്യാറാക്കിയത്. അത് പൊളിച്ചുകൊണ്ടൊരു നിലപാട് ഔസേപ്പ് സ്വീകരിക്കുകയായിരുന്നു. ഔസേപ്പ് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.